അപ്പത്തെ കാടിൻ്റെ ഉള്ളിലെ ഒരു പാലത്തെ കൂടെ കയറുക. ഒരു ബെയിലി പാലമാണ്, ഇരുമ്പ് പാലമാണ്. പക്ഷേ വരുന്നവന്മാർക്ക് ഒരു മയോ ഇല്ലെന്നുള്ളതാണ്. ഏറും തെണ്ടിത്തരാണ് ഈ തമിഴ്നാട്ടിലെ ഡ്രൈവർമാർ കാണിക്കുന്നത്. ടാക്സി ഡ്രൈവർമാരാണ് കേട്ടോ, ഏറും തെണ്ടിത്തരം. മുമ്പേ ഒരുത്തം കയറി പോകുന്നതാണ്. ഞാൻ ഓർത്ത് ലോറി കഴുകി കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ നമ്മുടെ ഒരു KSRTC ഉണ്ട്, സുൽത്താൻ ബത്തേരി വണ്ടി. ഒരുപാട് കാലം കൂടി ഒരു KSRTC ഉണ്ട്, സുൽത്താൻ ബത്തേരി എന്നുള്ള മലയാളം ബോർഡും വെച്ചിട്ട്. ഒരു 45-50 ദിവസം കൂടിയാണ്, 50-60 ദിവസം കൂടിയാണ് ഒരു മലയാളം കേരള വണ്ടി കാണുന്നത്, KSRTC. അവരിവിടെ വന്നാൽ മര്യാദയ്ക്കേ ഓടിക്കത്തുള്ളൂ കേട്ടോ. കാടിൻ്റെ നടുവിലെ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നീലഗിരി പോലീസിൻ്റെ കൂനൂർ പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിലുള്ള ഒരു ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ കൂനൂർ പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിലാണ് ഇപ്പം ഞാൻ. ഒരു ചെറിയ വെള്ളച്ചാട്ടം ചാലൊക്കെ ഉണ്ട്, വണ്ടി കയറിപ്പോൾ പോകാം. ഇപ്പോഴത്തെ ചെറിയ പാലത്താരെ പോലെ ഇവിടെ വൺ സൈഡ് വണ്ടിയേ പോകത്തുള്ളൂ. വലിയ വണ്ടികൾ കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അക്കരെ കയറണം, എല്ലാം കഴിക്കാം. അവിടെ ഒരു പള്ളിയുണ്ടെന്ന് തോന്നുന്നു, KL31. അന്നൈ വേളാങ്കണ്ണി ചർച്ച്. ശരി, ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. നമ്മുടെ പന്നിമഷി ചുമ്മാ കളയുന്നു നാട്ടിൽ. പന്നിമഷി ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അന്തോണി സുനിയാളിനുണ്ട് ഉണ്ടല്ലോ. മാനന്തവാടി രൂപതയുടെ അണ്ടറിലാണ് കേട്ടോ. നമ്മുടെ സീറോ മലബാർ സഭയുടെ ഒരു കുരിശടിയാണിത്. വണ്ടി വെക്കാനൊരു സ്ഥലമില്ല. നോക്കട്ടെ, ഇടയിലോട്ട് കയറ്റി വെക്കാം. കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. ഞാൻ ഏകദേശം ഊട്ടിയിലോട്ടുള്ള പകുതി വഴി കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സീറോ മലബാർ മാനന്തവാടി രൂപതയുടെ ഒരു കുരിശടിയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് പള്ളി.
ഇപ്പോഴത്തെ എണ്ണൈ വേളാങ്കണ്ണി ചർച്ച് ബെർലിയാർ സീറോ മലബാർ കാത്തലിക് ഡയസിസ് ഓഫ് മാനന്തവാടി അതാണ് റോസറി അടവറയൊക്കെ ഫസ്റ്റ് ഫ്രൈഡേ സാറ്റർഡേ. അപ്പോൾ ഇവിടെ പള്ളി മേളിലാണ്, ഇത് പള്ളിയുടെ കുരിശടിയാണ്. അപ്പം നമുക്ക് മേളിലോട്ട് പോകാം. ആദ്യം അതിനു മുമ്പ് ഞാൻ വല്ലതും കഴിക്കട്ടെ. ഇവിടെ വല്ലതും തിന്നാനോ കുടിക്കാനോ കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ അതേ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഗണപതിക്കോവിലാണ്. ഗണപതിക്കോവിൽ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. മേളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ മേളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നു. നല്ല തണുത്ത വെള്ളമായിരിക്കും. താഴെ കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്, ആ പുഴയുടെ മേളിൽ നിന്നുള്ള ചാട്ടത്തിൽ നിന്നുള്ള വെള്ളമായിരിക്കും. എന്നാ കഴിക്കാനുള്ളത് നോക്കട്ടെ. ഇതെല്ലാം ചായ മാത്രമേ ഉള്ളൂ. അണ്ണാ തുണി, അണ്ണൻ തുണി. അപ്പോഴത്തെ കയറി നമ്മളൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പുതിയതായിട്ടുണ്ടാക്കിയ ഒരു വ്യൂ പോയിൻ്റാണ്. നല്ല അടിപൊളി ഏരിയ. താഴെ ആരും ഇല്ല കേട്ടോ. അപ്പോഴത്തെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറി വന്നത്. ആ ഇരിക്കുന്ന വീടുകളൊക്കെ ഇരിക്കുന്നില്ല, അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ ടൗണാണ്. അപ്പോൾ കൂർഗ് പോലീസിൻ്റെ കൺട്രോളിലുള്ള, പോലീസ് സ്റ്റേഷൻ്റെ കൺട്രോളിലുള്ള ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഇതുണ്ടോ മലനിരകളൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം മലനിരകളൊക്കെ കണ്ട് കാർമേഘമൊക്കെ ഉണ്ട്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ കൂർഗ് വരെയും എത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ മുകളിലൊരു പ്രോഗ്രാം, പാർട്ടിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന ജനറേറ്റർ വണ്ടികളാണ് കാണുന്നത്. ട്രെയിലറൊക്കെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ട്രെയിലർ അനുവദിക്കുകയല്ലോ, ഇങ്ങനെ കൊണ്ടുപോകാനൊന്നും സമ്മതിക്കുകയില്ല. ഇതുണ്ടോ ട്രെയിലർ കിടക്കുന്നുണ്ട് പിക്കപ്പിൻ്റെ പുറകെ. നമ്മുടെ നാട്ടിൽ ഈ പരിപാടിയൊന്നും നടക്കുകയില്ല കേട്ടോ. ഭയങ്കര ഡീസൻറ്റ് പീപ്പിളാണ് നമ്മൾ. അതുകൊണ്ട് അപ്പോൾ പ്രസ്ഥാനങ്ങൾ പൂട്ടിക്കുക എന്നുള്ളതാണ്, തുറക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതേ നമ്മളിവിടെ ഭാഗ്യമൊക്കെ പൂത്ത കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പതിയെ ഈ മനോഹരമായ തീരത്തുകൂടെ ഊട്ടിയിലേക്ക് കയറുകയാണ്. ഈ ചുരം കയറി ആ ചുരം കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് കൂനൂർ എത്താം. കൂനൂരെത്തിയാൽ ഓക്കെ, സെറ്റായി. ഇന്നവിടെ സെറ്റാക്കാം. അവിടെ പള്ളിയോ അമ്പലമോ വല്ലതും ഉണ്ടെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ പെട്രോൾ പമ്പ് തപ്പാം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പല്ലേ ഇഷ്ടം പോലെയുള്ള. പോലീസ് ഓടിക്കാതിരുന്നാൽ മതി. അപ്പോഴത്തെ ശരി, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോഴത്തെ സൂപ്പർ മഴയാണ് കേട്ടോ. നമ്മൾ മഴയത്താണ് പോകുന്നത്, മഴയത്തുള്ള യാത്രയാണ്. അങ്ങോട്ട് ഇനി 10 കിലോമീറ്ററോടെ കയറാനുണ്ട്. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. കുഞ്ഞിനെ മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട്, നല്ല ഉറക്കമാണ്. തിരിഞ്ഞു നോക്കുന്നു, പള്ളി നല്ല ഉറക്കമായിരുന്നു. നമ്മളെ കൊടിയൊക്കെ ഒരു പരുവത്തിലായി, ദേശീയ പതാകയൊക്കെ പാറി കളിക്കാൻ പറ്റാത്ത പരുവത്തിലായി, നനഞ്ഞു പോയി. അപ്പോഴത്തെ കുഞ്ഞിനെ മൊത്തം മൂടിക്കെട്ടി വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ സാധനങ്ങളെല്ലാം സേഫാണ്. അപ്പോഴത്തെ സൈക്കിള് റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഫുള്ള് കവറിട്ട് മൂടി. അത് നമുക്ക് നമ്മുടെ യെല്ലാപ്പൂരിൽ നിന്ന് ഒരു ഇത് ബായിയാണ്, ബായി അല്ല, പുള്ളി ഒരു ഇതാണ് ഗോവൻ കൊങ്ങിണി ചേട്ടൻ. അവിടെ ചെന്നപ്പോഴത്തേനും പൈസ ചോദിച്ചപ്പോൾ പൈസ വേണ്ടെന്ന് പറഞ്ഞ് തന്ന ഷീറ്റാണിത്. ഇങ്ങനെ ഒരു യാത്രയിലാണെന്ന് പറഞ്ഞപ്പം ലോറികളൊക്കെ കയറി പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. 4 മണിയായി. ഇനി ഒരു 2 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ എനിക്ക് തള്ളി തീർക്കണം. നടക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും ആന ചവിട്ടാതെ പുലി പിടിക്കാതെ നേരെ അങ്ങോട്ട് ചെല്ലാമെന്നാണ് വിചാരിക്കുന്നത്. കോടമഞ്ഞ് കയറി ഇറങ്ങുന്നുണ്ട്, മൊത്തത്തിൽ കോടയായി. ഇതുണ്ടോ വണ്ടികളൊക്കെ തുരുതുരാന്നാണ് വരുന്നത്. അതൊന്നും പ്രശ്നമില്ല, നമുക്ക് പതിയെ അങ്ങ് പോകാം. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ കയറി നമ്മൾ കുന്നൂർ എത്താറായി. ഇനിയൊരു 5.5 കിലോമീറ്ററേ ഉള്ളൂ കുന്നൂർക്ക്. ഇതുണ്ടോ ഇതാണ് അവസ്ഥ. കോടമഞ്ഞൊക്കെ കയറാൻ തുടങ്ങി. വലിയൊരു വ്യൂ പോയിൻറ്റിലാണ് വന്ന് നിൽക്കുന്നത്. അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇത് കണ്ടോ വലിയ കൊക്കയാണ് താഴെ. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും, ഒരു 4-5 ഹെയർ പിന്ന് ഇവിടുന്ന് കാണാൻ പറ്റും. വലിയ ഹെയർ പിന്നുകളാണ്, തള്ളിക്കയറ്റണം. മഴ വരാൻ സാധ്യതയുണ്ട്. വലിയ പാറ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ വലിയൊരു മലയാണ്. ഈ മലയുടെ അടിവാരം കണ്ടല്ലോ, കാടാണ്. ആന ഇറങ്ങുന്നത് താഴ്വരയാണ്. അപ്പോൾ പതിയെ പോകാം, പതിയെ നമ്മൾ നീങ്ങും. ബ്ലോക്കായിരുന്നു, ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്താ വെളി നല്ല ബ്ലോക്കാണ്.
വണ്ടികൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടി കയറുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ, അല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും. ഇതുണ്ടോ വരുന്ന വരവ് കണ്ടോ, ഒരു മയവും ഇല്ല. നോക്കി, ഒരു മയവും ഇല്ലാത്ത പോക്കാണ്. നോക്കി, എന്തോ ആനയെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പോലെയാണ് പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് മുകളിലോട്ട്. അപ്പോഴത്തേ നമ്മൾ കയറി കുന്നിൻ്റെ മണ്ടയിലെത്തിയിട്ടുണ്ട്. അങ്ങ് ലാസ്റ്റ് കാണുന്ന ആ ഏരിയയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് കണ്ടോ, ഹെയർപിൻ വളവുകളിലൂടെ വണ്ടികളൊക്കെ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ മലകളെല്ലാം തള്ളിക്കയറ്റി ഞാനിപ്പോൾ ഏകദേശം കൂനൂരിനോട് അടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഈ മലയും കൂടി തള്ളിക്കയറ്റാറുണ്ട്. ഒരു 8 കിലോമീറ്ററൂടെ പോയാൽ കൂനൂരെത്തും. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 6 മണിയായി. പക്ഷേ മഴയാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം ക്ലിയറിൽ കാണാൻ പറ്റുന്നത്. സൂര്യനൊക്കെ അസ്തമിച്ച് കാണണം. അങ്ങ് അകലെയുള്ള മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ വണ്ടികളൊക്കെ വരുന്നത് കണ്ട്, എയർപിൻ വളവുകളൊക്കെ കണ്ട്, ഇതുണ്ട് ആൾക്കാരൊക്കെ പോകുന്നതൊക്കെ കണ്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഊട്ടിയാണ് ലക്ഷ്യം. പക്ഷേ കൂനൂരെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്രയും ഇന്ന് തള്ളാൻ പറ്റത്തുള്ളൂ. മടുത്ത് ശരിക്കും. ഇടത്തെ കാലിനൊക്കെ വേദനയായി. കാരണം മഴ വന്നതാണ് പറ്റിപ്പോയത്. മഴ വന്നതുകൊണ്ട് തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതുണ്ടോ, കൊടും കാടിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ആനയൊന്നും കല്ലിൻ്റെ ഇടയിൽ നിന്ന് കയറി വരിക എന്നുള്ള പേടിയില്ലാത്തതുകൊണ്ട് നമ്മൾ കയറിപ്പോരുവാണ്. ഇതുണ്ടോ, ഹെയർപിൻ വളവുകളൊക്കെ കയറി വണ്ടികളൊക്കെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരാം, അതാണ് നല്ലത്. അല്ല മഴ പിടിച്ചു പോകും. അപ്പോൾ ഇന്നലെ നമ്മൾ ഊട്ടിയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. മലയും കുന്നുമൊക്കെ സൈക്കിൾ തള്ളിക്കയറ്റി ഊട്ടിയിലോട്ട് വന്നു. അപ്പോൾ വരുന്ന വഴിക്ക് രണ്ടുപേരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. മഴയത്ത് കുളിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് അശ്വന്ത്. തേജസ്. അപ്പോൾ ഇവർ ഈ സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവർ നനഞ്ഞ് കുളിച്ചാണ് കയറി വന്ന സമയത്ത് ഇവരെ വഴി വെച്ച് കാണാൻ പറ്റിയതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായി. ഇവർ ഫ്രണ്ടിൽ പോയിട്ട് ആദ്യം നമുക്ക് കിടക്കാനുള്ള വല്ല സ്ഥലം കിട്ടുമെന്ന് തപ്പി. പക്ഷേ ഇവിടുത്തെ പമ്പൊക്കെ ചെറുതായതുകൊണ്ട് അവരാരും അലോഡ് ചെയ്തില്ല. അപ്പം ഞാനിങ്ങനെ തള്ളിക്കയറ്റി വരുമ്പോഴാണ് ഇവിടെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡും ഇവിടെ കുറച്ച് കോഫി ഷോപ്പും ഒക്കെ കണ്ടത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ ഒന്നുകിൽ കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ കിടക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. ഇവിടെ ഒരു വലിയ കരടിക്കൂട്ടം വന്നിരുന്നല്ലോ രാത്രി. ഒരു വലിയ കരടി ഇതിൻ്റെ അകത്തൂടെ ചവിട്ടി പറിച്ച് അതിൻ്റെ അകത്ത് കയറിയിട്ട് അവൻ ഏതൊക്കെയാലും അമ്പലത്തിൻ്റെ ഡോറൊക്കെ ചവിട്ടി തുറക്കാനൊക്കെ നോക്കി, നടന്നില്ല. അന്നേരത്തിന് ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയമായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇവരിവിടെ ഈ ഭാഗത്ത് ടെൻ്റടിച്ചു. ടെൻ്റൊക്കെ തിരിച്ചു കെട്ടുകയാണ്. ടെൻ്റൊക്കെ അവരുടെ വണ്ടിയിൽ ഇതാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ യാത്രയാണ്. പക്ഷേ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു ബെൻസേലോ ബത്തേലോ പോയാൽ കിട്ടുന്നതിനേക്കഴിഞ്ഞും അപ്പുറത്തുള്ള കാഴ്ചകളാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ റൈഡേഴ്സിന് കിട്ടുന്നത്. റൈഡറല്ല കേട്ടോ, റൈഡർ എന്ന് പറഞ്ഞാൽ റൈഡർ ഒന്നും കാണാറില്ല. പക്ഷേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അതെല്ലാം കണ്ടു കേട്ടേ പോകത്തുള്ളൂ. സിമ്പിൾ, ഒരു 2 ചെറിയ ബാഗും എടുത്ത്, ഒരു ചെറിയ കുപ്പി വെള്ളവും എടുത്ത്, അത്യാവശ്യം പെട്രോൾ അടിക്കാനുള്ള കാശും എടുത്ത് എവിടെയാലും ചെല്ലുക, ടെൻ്റ് അടിക്കുക, കിടക്കുക, കാഴ്ചകൾ കാണുക. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. രാവിലത്തെ കാഴ്ച കണ്ടോ? അത് റെയിൽവേ ലൈനാണ് ഈ താഴെ കൂടെ പോകുന്നത്. ആ കാണുന്നത് റെയിൽവേ ലൈനാണ്, നമ്മുടെ ഊട്ടി റെയിൽവേ ലൈൻ. അതുപോലെ തന്നെ മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ കയറി വരുമ്പോഴേ ഉള്ള കാഴ്ചയാണ്. കൂനൂരോട്ട് എത്തുന്നതേ ഉള്ളൂ. ആ ടോപ്പിൽ എത്തിയിട്ട് വേണം നമ്മൾ ഊട്ടിക്ക് തിരിഞ്ഞ് കയറാൻ. ആ ടോപ്പ് ഭാഗത്താണ്, വലത്തോട്ട് തിരിയുന്ന വഴിയിൽ കയറിപ്പോയാലാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് കൂനൂരാണ്. അപ്പോൾ കൂനൂർ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഇവിടെയാണ്. ഈ അമ്പലത്തിൻ്റെ സമീപം ഒരു വേൽമുരുകൻ്റെ അമ്പലമാണ്. തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ നമ്മൾ മൂന്നാറിലൊക്കെ കിടന്ന പോലെ തന്നെ ടെൻ്റ് അടിച്ച് കിടക്കുന്നു. തേയിലയൊക്കെ നമ്മൾ മലയാളികൾക്ക് വലിയ സംഭവമല്ല. എന്നാലും നമ്മളിവിടെ ഊട്ടിയിൽ വന്നാലും ഹിൽ സ്റ്റേഷനുകളിലെല്ലാം വന്ന തേയിലയാണ് മെയിൻ. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലോട്ടുള്ള യാത്രയിലാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് എൻ്റെ മൊബൈൽ കാര്യങ്ങളൊന്നും ചാർജല്ല. അതുകൊണ്ട് ചാർജിങ്ങിന് വേണ്ടിയുള്ളൊരു ഫെസിലിറ്റി കണ്ടെത്തണം. അതുപോലെ തന്നെ താഴെ ഒരു നല്ല പുഴ ഒഴുകുന്നുണ്ട്. പിള്ളേരെ കുളിക്കുന്നുണ്ടോ?
കുളിക്കുന്നുണ്ടോ? വേണ്ട, അങ്ങോട്ട് നോക്കിക്കേ. നേരെ ഈ ഗ്യാപ്പിൽ കൂടെ നോക്കിക്കേ. കണ്ടോ ഒരു പുഴ ഒഴുകുന്ന? കണ്ടോ? നേരെ നോക്കി. ആ അവിടെ. ആ അതെ 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 അതെ. അപ്പത്തെ കുഞ്ഞി ഞങ്ങളും മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഇതുണ്ടോ, തേയിലയൊക്കെ തൂക്കിയെടുക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. തേയില ഇത് കൊളുന്ത് കളക്ട് ചെയ്യുന്ന സ്ഥലം. ഇതിലെ ഇറങ്ങാവേ. താഴോട്ട് നോക്കൂ. വാ, ഇറങ്ങിക്കോ, പോര്. അപ്പോഴത്തെ ഇതിൻ്റെ അകത്താണ് കരടിക്കുട്ടന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നത്. പിന്നെ കുഞ്ഞി ഉള്ളതുകൊണ്ട് മണം പിടിച്ച് അവൾ സിഗ്നൽ തരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. തേയിലത്തോട്ടത്തിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി പോകുന്നതാണ്. കുഴപ്പമില്ല, പോകാമെന്നാണ് ചേച്ചി ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ ചാല് നേരെ താഴെ വരുന്നുണ്ട്, താഴെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുഞ്ഞിയാണ് ഞങ്ങളുടെ വഴികാട്ടി. ഇതുണ്ടോ, അടിപൊളി സീനാണ്. പക്ഷേ നമ്മൾ ഇത് ഗ്യാപ്പ് റോഡിൽ ചെല്ലുന്ന ആ ഒരു എഫക്റ്റ് ഒന്നുമല്ല. ഇവിടെ മലകളിൽ തന്നെയാണ്, കുത്തനെയുള്ള മലകളിലാണ് തേയിലക്കൃഷി നടക്കുന്നത്. നമുക്കവിടെ എന്ന് പറഞ്ഞാൽ മൊട്ടക്കുന്നുകളിലാണ് കൂടുതലും തേയിലക്കൃഷി. അല്ലെങ്കിൽ വാഗമൺ സൈഡിലോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ഇത്ര ഹൈറ്റിൽ നമുക്ക് തേയിലക്കൃഷി കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള മലകളിലാണ് തേയിലക്കൃഷി നടക്കുന്നത്. അപ്പോഴത്തെ ഇതിൻ്റെ താഴെയൊക്കെ ലയങ്ങളുണ്ട് കേട്ടോ. അവിടെയെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന തേയില കാണാം അങ്ങറ്റത്ത്. ഇവിടെയെല്ലാം കൊളുന്ത് പരുവത്തിലാകുന്നേ ഉള്ളൂ. 3ാമത്തെ ഇലയാകുന്നതേ ഉള്ളൂ. 3 ഇലയാകുമ്പോഴാണ് തേയില എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്നറിയാൻ മേലാതെ ഞങ്ങളും ഫ്രണ്ടിൽ. അവിടെ ബ്ലോക്കാണോ? അല്ലല്ലോ, വാ, ആരെങ്കിലും ഉണ്ടോടി? ഇതിലാണോ? മേളിൽ നിന്ന് നോക്കുമ്പം കാണാം, ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഈ കല്ല നോക്കട്ടെ. കുഞ്ഞി അവിടെ നിന്ന്. ഓ, കല്ല ചാടി കയറുന്ന പെണ്ണ്. ആ, അതാ വീടാ, ആ ഭാഗത്താ. ആ, ഇവിടുന്ന് ഇറങ്ങിപ്പോ അതിൻ്റെ താഴെയാ. അവിടെ നിന്നൊരു അമ്മച്ചി കയറി വരുന്നുണ്ട്. പക്ഷെ ആ വഴിയിൽ നിന്ന് അമ്മച്ചി വന്നു. വാ. അപ്പോഴത്തെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്.